എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം കുക്കർ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവുമ്പോഴേക്കും അതിലേക്ക് 1.5 കപ്പ് ബസ്മതി അരി കഴുകി വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും ചേർക്കാം. എന്നിട്ട് 2.5 കപ്പ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഇൻക്രീസ് ചെയ്ത് ഹൈ ഫ്ലെയിമിലേക്ക് വയ്ക്കാം. എന്നിട്ട് കുക്കറിൻ്റെ ലിഡ് അടയ്ക്കാം. 1-2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇവിടുന്ന് സ്ട്രെയിറ്റ് ആവി വരുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഒന്ന് കൈ ഇങ്ങനെ മെല്ലെ പിടിച്ച് നോക്കിയാൽ മതി. ഇങ്ങനെ സ്ട്രെയിറ്റ് ആവി വരുമ്പോഴേക്കും വെയിറ്റ് ഇട്ട് ഓഫ് ചെയ്യാം. കുക്കർ ഒരു 1/2 hour എങ്കിലും മിനിമം ഇങ്ങനെ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെ തന്നെ കിടന്ന് റൈസ് കുക്കായിക്കോളും. കുക്കറിൻ്റെ ആവി ഫുള്ള് പോവാണ്ട് കുക്കർ തുറക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനെപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ ഒരു ഗ്ലാസിൻ്റെ മെഷർമെൻറ്റിലാണ് ഞാൻ റൈസ് മെഷർ ചെയ്തിരിക്കുന്നത്. ഏത് ഗ്ലാസ്സിലാണോ നിങ്ങൾ റൈസ് മെഷർ ചെയ്തിരിക്കുന്നത് ആ ഗ്ലാസ്സിൽ തന്നെ വെള്ളം മെഷർ ചെയ്യാൻ ശ്രദ്ധിക്കുക. എല്ലാവരുടെയും കയ്യിൽ മെഷറിംഗ് കപ്സ് ഉണ്ടായിരിക്കില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ എപ്പോഴും ഈ ഗ്ലാസിൻ്റെ അളവ് പറയുന്നത്. ഇനി നമുക്ക് എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിൽ ഞാൻ 3 മുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കണം. എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്യാനായിട്ട് ഒരു പാൻ മീഡിയം തീയിൽ ചൂടാക്കാൻ വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 4 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇനി മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം കുറച്ച് നേരം. ഇതൊരു 5 മിനിറ്റ് സമയം പിടിക്കും. മുട്ട നന്നായിട്ട് വേവണം. ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കാൻ മറക്കണ്ട. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. നമ്മുടെ സ്ക്രാമ്പിൾഡ് എഗ്സ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് 1 മിനിറ്റ് നേരം നമുക്കിങ്ങനെ പാനിൽ വെക്കാം. ഇത് പെട്ടെന്ന് കുക്കായതുപോലെ നമുക്ക് തോന്നും, പക്ഷെ എന്നാൽ കുറച്ച് സമയം എടുക്കും. ഇപ്പോൾ ഒരു 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊന്നും കൂടി ഇളക്കി കൊടുക്കാം. ഇത് കണ്ടില്ലേ, ഈ പീസ് പിന്നെ ബ്രൗൺ ആവണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ടിത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 1/2 hour ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ റൈസ് കുക്കായോ എന്ന് നോക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. റൈസ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്.
ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി മീഡിയം തീയിൽ ചൂടാക്കാൻ വയ്ക്കാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എനിക്ക് ഒലിവ് ഓയിലിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് സാധാരണ ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഏത് എണ്ണയായാലും കുഴപ്പമൊന്നുമില്ല. എണ്ണ ഒന്ന് ചൂടാവുമ്പോഴേക്കും അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 1/4 സവാള ചേർത്ത് കൊടുക്കാം. വലിയ സവാളയാണെങ്കിൽ 3/4 മതി, ചെറുതാണെങ്കിൽ 2 സവാള വേണ്ടി വരും. സവാള ട്രാൻസ്പെറൻ്റ് ആവുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. സവാള ഏകദേശം ട്രാൻസ്പെറൻ്റ് ആവുമ്പോഴേക്കും അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കും. നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം. പച്ചമണം മാറുമ്പോഴേക്കും അതിലേക്ക് 1 ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, 1/2 ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ ഗ്രീൻ പീസ്, 2 ടേബിൾ സ്പൂൺ കോൺ, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ 1 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യും. നമുക്ക് 1 മിനിറ്റ് നേരം അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് തുറന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. മീഡിയം ഹൈയിൽ വെച്ചിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കും. ഇതിലേക്ക് ഞാൻ സവാള വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ല. അഥവാ നിങ്ങൾ ആ സമയത്ത് ആഡ് ചെയ്യുന്നില്ല എങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മീഡിയം ഹൈലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മീഡിയം ഹൈയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് സ്പ്രിംഗ് ഓണിയൻസും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. വെള്ളമായിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയൻസും കൂടി ആഡ് ചെയ്യാണ്. ഈ ഓഫ് ചെയ്യാം.
അപ്പോൾ എഗ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ഈസിയാണ്, ടേസ്റ്റിയുമാണ്. കുറേ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം ഇതിനകത്ത്. നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു.